ഓടിളക്കിയാണല്ലോ മോഷണം നടത്തിയിരിക്കുന്നത്. ഞാനില്ലാത്ത അവസരം നോക്കി എന്റെ 2 മെഷീനും ഒരു കടത്തിക്കളഞ്ഞല്ലോ. ഒരു പഴയ മെഷീനും ഒരു പുതിയ മെഷീനും. ഇന്നലെ എപ്പോഴാ കട കൂട്ടിയത്? 10 മണിയായിട്ടാണ്. അപ്പം കട കൂട്ടിയതിന് ശേഷമാണ് കുത്തി തുറന്നിരിക്കുന്നത്. അതെന്ത് ചോദ്യമാണ്? കട തുറന്നിരിക്കുന്നത് കുത്തി തുറന്ന് ഞങ്ങൾ അവരെ വിടുമോ? ആരെങ്കിലും സംശയമുണ്ടോ? ഇപ്പോ നിങ്ങളെ രണ്ടുപേരെയും കണ്ടപ്പോ ഈ ചായക്കടക്കാരൻ വാസു പറയുന്നുണ്ടോ? എനിക്ക് ഇവരെ സംശയമുണ്ടോ? ഇവൻ വിരോധിയാണ്. അയ്യോ ദൈവത്തിനാണ് ഞാൻ മനസ്സിലാകാൻ അറിഞ്ഞ കാര്യമല്ല കേട്ടോ. അപ്പൊ എല്ലാവരും സ്റ്റേഷനിലേക്ക് വരും. എല്ലാവരും വേണം. അല്ല എങ്ങനെ ഈ കട തുറന്നിറങ്ങുന്നുണ്ട്. ഈ ചുപ്പ ഇവിടെ നിർത്തിയിട്ട് നമുക്ക് പോയാൽ പോരെ? നീ മിഷൻ ഓടിക്കണ്ട. അപ്പൊ അവൻ മാത്രം അവിടെ നിൽക്കട്ടെ, ബാക്കി എല്ലാവരും വരും. അയ്യോ കുറച്ചു നാളത്തേക്ക് ജോലിക്കൊന്നും പോരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഡോക്ടർക്ക് അങ്ങനെയൊക്കെ പറയാം. ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ ഈ വീടെങ്ങനെ നടക്കും എന്ന് വെച്ച് ഈ നിലയിൽ നിനക്ക് ജോലിക്ക് പോകാനൊക്കുമോ? ഒന്ന് വന്നതല്ലേ, അതൊന്ന് മാറട്ടെ. അതെങ്ങനെയാ? സമയത്തിൽ ആഹാരമുണ്ടോ, വിശ്രമമുണ്ടോ? പിന്നെ എങ്ങനെ മനുഷ്യൻ തളർന്ന് വീഴാതിരിക്കും? ഗീതേ, ഇവിടെ കാശൊന്നുമില്ല. നീ കൊച്ചപ്പന്റെ അടുത്ത് ചെന്ന് ഞാൻ പറഞ്ഞെന്നും പറഞ്ഞ് കുറച്ച് രൂപ ചോദിക്കുക. കൊച്ചുകുച്ചേട്ടനവിടെ? ഇവിടെ ഒരു മോഷണം നടന്നേച്ച് ഇവിടെ ഉണ്ടായിരുന്ന 2 മെഷീൻ ആരും അടിച്ചുകൊണ്ട് പോയി. അക്കാര്യത്തിന് വേണ്ടി ആശാനും അക്കച്ചിമാരും കൂടി ഇപ്പൊ സ്റ്റേഷനിലേക്ക് പോയതേ ഉള്ളൂ. രാധ എവിടെ? മോളെ രാധേ, രാധേ ഇതാ മൂക്ക് കഴിക്കാനാണ് ഈ പഴങ്ങളൊക്കെ അച്ഛൻ വാങ്ങിക്കൊണ്ടുവന്നിരിക്കുന്നത്. അവരെന്ത് കഴിച്ചാലും ഛർദ്ദിക്കുക. അത് സാരമില്ല, ഗർഭിണിയായിരിക്കുമ്പോ ധാരാളം പഴങ്ങൾ തിന്നണമെന്നാണ് ഡോക്ടർ പറഞ്ഞിട്ടുള്ളത്. നീയാ ഇതൊക്കെ ശ്രദ്ധിക്കേണ്ടത്. ഒന്നെഴുന്നേറ്റ് നടക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എങ്ങോട്ടെങ്കിലും പോകാമായിരുന്നു. ഈ അവശതയിൽ എങ്ങോട്ട് എഴുന്നിട്ട് പോവാനാ? ഗീതേ, ഈ വീട്ടിൽ 1 മണി അരിയില്ല. എന്റെ കയ്യിൽ 1 നയാ പൈസ പോലുമില്ല. ഞാൻ ഈ കിടപ്പിങ്ങനെ കിടന്നാൽ 2 ദിവസമായിട്ട് ഗീത പട്ടിണി. ഗർഭിണിയായ അവൻ ഇങ്ങനെ ആഹാരം കഴിക്കാതിരുന്നു. അമ്മയൊന്നും കഴിച്ചിട്ടില്ലല്ലോ. ഗോപിചേട്ടന് മരുന്ന് വാങ്ങിക്കാൻ എന്തെങ്കിലും ഒരു വഴി കണ്ടാൽ മതിയായിരുന്നു. ഞാൻ എന്ത് ചെയ്യാനാമ്മേ? ആകെ കൂടിയുള്ള ഒരു സഹായം കൊച്ചപ്പനായിരുന്നു. അവനെയും കാണാനില്ല. സത്യത്തിൽ കുഞ്ഞിന് സുഖമില്ലാന്നുള്ളത് ഞാൻ ഇപ്പോഴാണ് അറിഞ്ഞത്. ഞാൻ 2-3 ദിവസമായി പോലീസ് സ്റ്റേഷന്റെ ക്രിമിനലായി. സാരമല്ല കൊച്ചപ്പ, അനുഭവിക്കേണ്ടത് അനുഭവിച്ചില്ലേ പറ്റൂ. ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ വയസ്സായ എന്റെ അമ്മ പട്ടിണി കിടക്കേണ്ടി വന്നല്ലോ എന്നാലും എനിക്ക് വേദന പോകുന്നു. 25 രൂപയുണ്ട്. തൽക്കാലമുള്ള ആവശ്യങ്ങൾ ഇതുകൊണ്ട് നടക്കട്ടെ. കൊച്ചുകുഞ്ചേട്ടാ, ഞാൻ ഡോക്ടറെ കണ്ട് വിവരം പറഞ്ഞ് എളുപ്പം മരുന്ന് വാങ്ങിച്ചുകൊണ്ടുവരാം. എവിടാ വേദന? കുഞ്ഞെ ഒന്ന് നിൽക്കണേ, കുഞ്ഞെ ഒന്ന് നിൽക്കണേ. എനിക്കൊരു മോനേ ഉള്ളൂ. പനിയായിട്ട് കിടക്കുക. 2-3 ദിവസമായിട്ട് വീട് പട്ടിണിയാ. എന്തെങ്കിലും തരണേ. ഇതാ മോനെ മരുന്ന്. 6 നേരമായിട്ട് കുടിക്കാൻ പറഞ്ഞു. ഇപ്പൊ തന്നെ ഒരു നേരത്തെ മരുന്ന് കൊടുക്കുമോളെ. നാളെ
തന്നെ നെഞ്ചുവേദന പോകുമെന്ന് ഡോക്ടർ പറഞ്ഞു. മുളകെ അരി ഇപ്പം മുളക് ഒക്കെ മേടിച്ചോണ്ട് വന്നിട്ടുണ്ട്. വേഗം കഞ്ഞി വെക്ക്. ചൂടോടെ വിരിച്ച് കഞ്ഞി കൊടുക്കണം. എന്നാ നിങ്ങളെന്താ ഒന്നും മിണ്ടാത്ത? അമ്മേ, ഇത് വാങ്ങാനുള്ള പണം അമ്മയ്ക്ക് എവിടെ നിന്ന് കിട്ടി? അമ്മ എവിടെ നിന്ന് കിട്ടിയെന്നാ ചോദിച്ചത്? റോഡിൽ നിലെ തെണ്ടി വഴിയെ പോകുന്നവരെ തടഞ്ഞു നിർത്തി പിച്ച അയച്ചുവല്ലേ? അമ്മേ, ഞാൻ 2 ദിവസം കിടപ്പിലായപ്പോ എന്റെ അമ്മയ്ക്ക് ഇത്രയ്ക്ക് വിശപ്പ് സഹിക്കാൻ കഴിയാതായി പോയത്. പട്ടിണി കിടന്ന് ചത്താലും കൈനീട്ടി പിച്ചയായിരിക്കുമെന്ന് എന്നെ പഠിപ്പിച്ച എന്റെ അമ്മ റോഡുകൾ തോറും ചില്ലിക്കാശിന് വേണ്ടി തെണ്ടി കിടന്നു. അമ്മേ, ഞാനൊരുത്തും ജീവനോടുകൂടി ഇവിടെ കിടക്കണമെന്ന കാര്യം അമ്മ മറന്നു. എന്റെ പൊന്നുമോനെ, എനിക്ക് വേണ്ടിയല്ലടാ ഞാൻ പിച്ചയെടുത്തത്. നിനക്കൊരു നേരത്തെ മരുന്ന് വാങ്ങ. ഗർഭിണിയായ ഈ പെണ്ണിന് ഒരു തവി കഞ്ഞി കൊടുക്കാൻ നിവൃത്തിയില്ലാഞ്ഞിട്ട് ദൈവത്തെ വിളിച്ചുകൊണ്ട് ഞാൻ റോഡിലേക്ക് ഇറങ്ങി. എല്ലാവരുടെ മുമ്പിലും ഞാൻ കൈ നീട്ടി. ആരും എന്നെ ആട്ടിയില്ല, അപഹസിച്ചില്ല. ആ പിച്ചക്കാശ് കൊണ്ട് അമ്മയുടെ വിശപ്പടക്കാൻ ഒന്നും വാങ്ങി തിന്നില്ല മോനെ. നിനക്ക് മരുന്നും അരിയും ഉപ്പും മുളകുമാണടാ ഞാൻ വാങ്ങിയത്. ഞങ്ങൾ പട്ടിണികളൊന്നും മരിച്ചോളാം, എന്നാലും പിച്ചതണ്ടി വാങ്ങിച്ച ഈ സാധനങ്ങൾ ഞങ്ങൾക്ക് ആവശ്യമില്ല. മോനെ വേണ്ട, ഇനി നിങ്ങളുടെ മുഖം എനിക്ക് കാണില്ല. എന്റെ മുമ്പിൽ നിന്ന് ഗോപേട്ടാ, 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 അമ്മയെ കാണുന്നില്ല ഗോപേട്ടാ. വേണ്ട, ഇനി നിങ്ങളുടെ മുഖം എനിക്ക് കാണില്ല. എന്റെ മുമ്പിൽ നിന്ന് ഇനി അന്വേഷിക്കാൻ ഒരു സ്ഥലവുമില്ലെങ്കിൽ ഞാൻ കാരണമാണ് എന്റെ അമ്മ വീട് വിട്ടിറങ്ങിപ്പോയത്. ഇതുവരെ എന്റെ അമ്മയെ നൊമ്പരപ്പെടുത്താത്ത ഞാൻ എന്തൊക്കെയോ പറഞ്ഞു. ദൂരെ എങ്ങും പോയിരിക്കണ്ടേ ചേട്ടാ. പിണക്കം തീരുമ്പോ അമ്മ തീർച്ചയായും മടങ്ങി വരും. അമ്മ ഒന്ന് നമ്മളെ കെട്ടിപ്പിടിച്ച് അനുഗ്രഹിക്കും. കൊച്ചമ്മേ, കൊച്ചമ്മേ, എന്താ കല്യാണി? ഈടക്കുഞ്ഞിന് പ്രസവവേദന തുടങ്ങി. കൊച്ചമ്മ അവിടെ വരെ വന്നാ കൊള്ളാം. ഞാൻ വരാൻ കല്യാണി. നീ എവിടെ പോകുന്നു? അവളെ നോക്കാൻ അവിടെ അവനുണ്ട്. ഇതുവരെ ഒരു കാര്യത്തിന് ഞാൻ അവിടെ പോയിട്ടില്ല. അവൾക്ക് പ്രസവവേദനയാ. ഞാൻ അവളുടെ അമ്മയാ. ഞാൻ പോകും. നീ പോകുമോ? പോകും. കൊച്ചമ്മേ, കൊച്ചമ്മേ, രാധകുഞ്ഞിന് പ്രസവവേദന തുടങ്ങി. ഒന്ന് വേഗം ഇങ്ങോട്ട് വന്നാട്ടെ. കല്യാണി, ഗീതയ്ക്ക് ഇതുവരെ അവളുടെ അച്ഛൻ മാത്രമേ എതിരായിട്ടുള്ളൂ എന്നാണ് ഞാൻ കരുതി. ഈശ്വരനും അവൾക്കെതിരെ. നീ പോകും. എന്റെ മനസ്സ് എപ്പോഴും അവളോടൊത്തുണ്ടായിരിക്കുമെന്ന് പറയും. അമ്മേ, മോളെ, മോളെ അറിയാതെ മോളെ, അമ്മേ, മോളെ, മോളെ, അമ്മേ, ആൺകുട്ടിയാണ്. ഇവിടെന്തോ അടി? തിരുവാതിര കളിയോ? കുഞ്ഞിന്റെ അറിയാനും കെട്ടാൻ അറിയില്ലേ? ഓ, അരിഞ്ഞാണം കെട്ട്.
നീ ആൾക്കൂട്ടമൊക്കെ എന്തിനാടി? സദ്യ ഉണ്ണാൻ വന്ന നാറികളായിരിക്കും നിങ്ങളൊക്കെ. ബാബു, നിങ്ങൾ ക്ഷണിച്ചിട്ട് വന്നവരാണ്, അല്ലാതെ സദ്യ നടക്കുന്ന നാരികളല്ല. ആഹാ, നിന്നെയൊക്കെ ആരാ ക്ഷണിച്ചത്? ഞാനാ ക്ഷണിച്ചത്. ഐ സി. എങ്കില് എന്റെ കുഞ്ഞിന്റെ കാര്യത്തിന് ഞാൻ ക്ഷണിക്കുമ്പോ വന്നാ മതി. ഓൾ ഓഫ് യു ക്യാൻ ഗോ. ബാബു, ഐ സെഡ് ഗോ. ഇതാരുടെ സംഭാവനയാടി? അച്ഛൻ വന്നതാ. എത്ര പവനുണ്ട്? 5 പവനുണ്ട്. 5 പവൻ ലജ്ജയില്ലല്ലോടി. എന്റെ വീട്ടിലായിരുന്നെങ്കിൽ കുറഞ്ഞ 25 പവന്റെ ഒരു മാലയെങ്കിലും ഈ കുഞ്ഞിന്റെ കഴുത്തിൽ എന്റെ അച്ഛനും കിട്ടേനെ. എന്ത് ചെയ്യാനാ മോനെ, നീ ഒരു അലവലാതിയുടെ കൊച്ചുമോനായി പോയി. ബാബു, കുട്ടി വലുതാവുമ്പോ ഞാൻ കൂടുതൽ പവനിൽ ഉണ്ടാക്കി കൊടുക്കും. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. ഇടേ വീട്ടിൽ പോ. പ്രസവം കഴിഞ്ഞിട്ട് 28 ദിവസം അല്ലേ ആയുള്ളൂ. കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞിട്ട് അവളെ കൊണ്ടുപോകാൻ ബാബു. അത് തീരുമാനിക്കേണ്ടത് ഞാനാ. വരുന്നുണ്ടോ? അങ്ങനെ മര്യാദയ്ക്ക് വാ. എല്ലാം തികഞ്ഞ മരുമകൻ എങ്ങനെയുണ്ട്? മഹേശ്വരി, എന്തിനു ദേഷ്യപ്പെടുന്നു? ഇരുമ്പ് തിന്നിട്ട് ചുക്കുവെള്ളം കുടിച്ചതുകൊണ്ട് ഫലമില്ലെന്ന് ഞാൻ അന്നേ പറഞ്ഞതല്ലേ. പിന്നെ ഇതാ 50 രൂപയുണ്ട്. വൈകിട്ട് ജോലി കഴിഞ്ഞ് വരുമ്പോ കുഞ്ഞിനൊരു വെള്ളി അരിഞ്ഞാലോ 2 കൊച്ചുടുപ്പ് കൂടെ വാങ്ങിച്ചോണ്ടായിരുന്നു. ഈ രൂപ നിനക്ക് എങ്ങനെ കിട്ടി? അത് ഗോപിയേട്ടൻ കൊണ്ടുവരുന്നെന്നും മിച്ചം പിടിച്ചുണ്ടാക്കിയതാണ്. എല്ലാം പുതിയ നോട്ടുകളാണല്ലോ. അത് ഞാൻ ചില്ലറ മാറ്റി നോട്ടാക്കി വെച്ചാണ്. ഈ കഷ്ടപ്പാടിനിടയിൽ നീ ഇത്രയും രൂപ മിച്ചം പിടിച്ചോ? അതാണ് പെണ്ണിന്റെ താമസം. ഗോപിക്കുഞ്ഞൻ ജോലിക്ക് പോയില്ലായിരുന്നോ? പോകാൻ തുടങ്ങുന്നതേ ഉള്ളൂ. എന്നാ വേഗം പോയാട്ടെ. ഇതേ നല്ല ആളാ. എത്ര നേരമായി ആ മനുഷ്യൻ അവിടെ കാത്തിരിക്കുന്നറിയാം. ഗോപിട്ടും പോകാതെ എനിക്ക് ഇവിടെ ഇറങ്ങാൻ നോക്കോ? എന്തെങ്കിലും ഒരു സംശയം തോന്നിയാൽ ചേച്ചി ഇതൊരിക്കലും ഗോപിയേട്ടൻ അറിയരുത്. അതൊന്നും അറിയില്ലെന്നേ. ബുദ്ധിമുട്ടുകൊണ്ടല്ലേ ഗീത ഇതൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഞാൻ എന്റെ ഭർത്താവിനെ വഞ്ചിക്കാണ്. അതൊന്നും സാരമില്ല. നീ വേഗം ചെല്ലും. ഞാൻ കുഞ്ഞിനെ നോക്കിക്കോ. ഇതിപ്പോ ആരറിയാനാ? ചെല്ലി ഗീതേ. വന്നു. എത്ര നേരമായി കാത്തിരിക്കുന്നു. വരൂ. എന്റെ അമ്മ തെരുവിറങ്ങി തെണ്ടിയതാണ് വലിയ അപമാനമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പൊ നീ പണമുണ്ടാക്കാൻ വേണ്ടി എന്താ മോനെ ഈ മനുഷ്യൻ ഈ കാലത്തിന് തല്ലിയെന്ന്. ആരാ മോളയ്യ? ഭർത്താവ്? എടി, അങ്ങനെ ഒരുത്തൻ ജീവിച്ചിരിക്കെ നീ തോന്നിറങ്ങുമായിരുന്നു. ഭഗവാന്, എന്ത് വാഹനമാണ് നീ പറയുന്നത്? നിന്റെ ഭാര്യ ഇവിടെ വരുന്ന എന്തിനാണെന്ന് നിനക്കറിയാമോ? ഇതാ നോക്ക്, ഈ കുഞ്ഞിന് മുലപ്പാൽ കൊടുക്കാനാണ്. ഈ നിൽക്കുന്ന എന്റെ മോന്റെ കുഞ്ഞാണ് മോനെ ഇത്. പ്രസവിച്ച ഉടൻ തന്നെ ഇതിന്റെ അമ്മ മരിച്ചുപോയി. പിന്നെ ഈ കുഞ്ഞ് ജീവിക്കുന്നത് നിന്റെ ഭാര്യയുടെ മുലപ്പാൽ കുടിച്ചാണ്. ലോകത്ത് ആരും ചെയ്യാത്ത ത്യാഗമാണ് മോനെ ഈ പെൺകൊച്ച് ചെയ്യുന്നത്. അതിന് ഞങ്ങൾ കൊടുക്കുന്ന കാശ് എന്നും വേദനയോടാണ് അവൾ വാങ്ങുന്നത്.
എങ്കിലും ഈ പാവത്തിന് തല്ലിക്കളഞ്ഞല്ലോ.